ഹലോ, കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഉണ്ണിയപ്പം തയ്യാറാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടണം. ഇനി ഒരു ബൗളിൽ 1 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് മൈദ, 3 പാളയം തുടൻ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയും കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇതുപോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ശർക്കര പാനി ഒഴിച്ചെടുക്കാം. ഇനി ഈ മാവ് നമുക്ക് ഒരു 6 മണിക്കൂർ അടച്ചു വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങാ കഷ്ണങ്ങൾ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഇനി അടച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ തേങ്ങാ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഈ മാവ് ഒന്നൊന്നായി അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇതുപോലെ എല്ലാ കുഴികളിലും നമുക്ക് ഈ മാവ് നിറച്ചു കൊടുക്കാം. ഇനി ഈ ഉണ്ണിയപ്പം വേവുന്നതിന് വേണ്ടി 2 സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ വെന്ത് കഴിഞ്ഞു. നമുക്കിത് ഓരോന്നായി എടുത്തു മാറ്റാം. ഇവിടെ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറായിരിക്കുകയാണ്. കുഞ്ഞു കൂട്ടുകാർക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ ഇഷ്ടമാകും. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം. ബൈ.